നമസ്കാരം, ഞാൻ ഡോക്ടർ ബിസ്മിതാസ് ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വന്ധ്യത അഥവാ സ്റ്റെറിലിറ്റിയെ കുറിച്ചാണ്. വന്ധ്യത എന്ന് പറയുന്നത് സ്ത്രീക്കും പുരുഷനും ഉണ്ടാകാം. ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് പുരുഷന്റെ വൃഷ്ണങ്ങളിൽ ബീജോത്പാദനം നടക്കാതിരിക്കുകയോ അഥവാ നടന്നാൽ തന്നെയും ആ ബീജകണങ്ങൾക്ക് സ്ത്രീ ബീജമായ അണ്ഡങ്ങളുമായി യോജിച്ച് ഭ്രൂണാവസ്ഥയിൽ എത്തിച്ചേരാനുള്ള ശേഷിയില്ലായ്മ എന്നതാണ് വന്ധ്യതയുടെ പ്രധാന കാരണം. എന്നാൽ നേരെ മറിച്ച് സ്ത്രീകളിലും ഇപ്രകാരം സംഭവിക്കാം. പലതരം ലൈംഗിക രോഗങ്ങൾ, അമിതമായ ലൈംഗിക വീഴ്ചകൾ, അമിതമായ എക്സ്റേയോ അതുപോലെയുള്ള ഏതെങ്കിലും രശ്മികളുടെ പ്രസരണമേൽക്കൽ എന്നിവയും വന്ധ്യതയ്ക്ക് കാരണമായി വന്നേക്കാം. ഇതുകൂടാതെ ധാരാളം കാരണങ്ങൾ കൊണ്ട് വന്ധ്യത സംഭവിക്കാറുണ്ട്. തൈറോയിഡ് ഹോർമോണിന്റെ പ്രശ്നം കാരണം വന്ധ്യത സംഭവിക്കാം. കൂടാതെ സ്ത്രീകളിൽ PCOS കാരണവും സംഭവിക്കാം. പുരുഷന്മാരിൽ അമിതമായ മദ്യപാനവും ഒരു കാരണമായി പറയുന്നുണ്ട്. ഇനി വന്ധ്യതയ്ക്കായി സിദ്ധ ആയുർവേദ വിധിപ്രകാരം എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പുരുഷന്മാരുടെ വന്ധ്യതയ്ക്ക് പഞ്ചസാര ഗുളവും സ്ത്രീകളുടെ വന്ധ്യതയ്ക്ക് കുമ്മട്ടി രസായനവും സുകുമാരഘൃതവും വളരെ ഫലപ്രദമായ മരുന്നുകളാണ്. ചിക്കൻ സൂപ്പ്, ഏത്തപ്പഴം, വെണ്ടയ്ക്ക സൂപ്പ്, ബദാം, വെണ്ണ, പാൽ എന്നിവ ധാരാളം കഴിക്കുന്നത് വന്ധ്യതയുടെ പ്രശ്നമുള്ള എല്ലാവർക്കും വളരെ നല്ലതാണ്. ഈ മരുന്നുകൾ കൂടാതെ ധാരാളം ട്രീറ്റ്മെന്റുകൾ ആയുർവേദത്തിലും സിദ്ധയിലും വന്ധ്യതയ്ക്കായി അവൈലബിൾ ആണ്. ഇതിന് ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് മുന്നേ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വന്ധ്യത സംഭവിച്ചതെന്ന് ആദ്യം കണ്ടെത്തുകയാണെങ്കിൽ ട്രീറ്റ്മെന്റും വളരെയധികം എളുപ്പമായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് വന്ധ്യതയുടെ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ തുടക്കത്തിലെ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിലൂടെ പെട്ടെന്ന് തന്നെ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നതാണ്. ആഹാര രീതിയിലും ലൈഫ് സ്റ്റൈലിലും വരുത്തുന്ന മാറ്റങ്ങൾ വന്ധ്യതയെ മറികടക്കാൻ നിങ്ങളെ ഒരുപാട് സഹായിക്കുന്നതായിരിക്കും. വന്ധ്യതയെക്കുറിച്ചുള്ള സംശയങ്ങളും കൂടുതൽ അറിയാനും ഞങ്ങളോട് ചോദിക്കാവുന്നതാണ്. കൂടുതൽ കൺസൾട്ടേഷനായി ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.